കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ഇൻബിൽഡ് ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ അതിനോടൊപ്പം തന്നെ ലഭിക്കാറുണ്ട്. അങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഏത് രീതിയിലാണ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നതെന്ന് പലർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1 ബില്യൺ ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷൻ ആണ്. അതായത് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ എന്ന് പറയുന്ന ഈ ഫീച്ചർ ഇൻബിൽഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. യൂട്യൂബിൽ നമുക്കറിയാം, വീഡിയോയോടൊപ്പം ഒരുപാട് ലിങ്കുകൾ ലഭിക്കും. ചില ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷനുകളുടെ ലിങ്ക് ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക്, ഫേസ്ബുക്കിന്റെ ലിങ്ക്, അങ്ങനെ ഒരുപാട് ലിങ്കുകൾ നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള ലിങ്കുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ യൂട്യൂബിൽ തന്നെയുള്ള ബ്രൗസറിലാണ് അത് ഓപ്പൺ ആകുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് യൂട്യൂബിൽ തന്നെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. യൂട്യൂബിൽ നിന്നും നമുക്ക് ഒരു എക്സ്റ്റേണൽ ബ്രൗസറിലേക്ക് പോകേണ്ട വന്നില്ല. യൂട്യൂബിൽ തന്നെ ഇത് ഓപ്പൺ ആകുകയാണ്. നോക്കുക, ഇത് യൂട്യൂബിൽ തന്നെ ഓപ്പൺ ആയി. ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആണ്. ഇത് പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആകാതെ ആൻഡ്രോയിഡിൽ തന്നെയുള്ള ഒരു വെബ് ബ്രൗസറിൽ ആ ആപ്ലിക്കേഷനിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഇത് ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഫീച്ചർ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് എല്ലാ ഫോണുകളിലും ഇൻബിൽഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ സപ്പോർട്ടഡ് അല്ലാത്ത ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ലിങ്കുകൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ലഭിക്കുക. അതായത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ബ്രൗസറിൽ ആ ലിങ്ക് ഓപ്പൺ ആകാനായിട്ട് ചോദിക്കും. നമ്മളവിടെ ഏത് ബ്രൗസർ ആണോ എക്സ്റ്റേണലി ഓപ്പൺ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ സപ്പോർട്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിൽ ആ ആപ്ലിക്കേഷനിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലിങ്കുകൾ ഓപ്പൺ ആയി കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ടുള്ള പ്രയോജനം. നമുക്കറിയാം, ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങുമ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകൾ അതിലുണ്ട്. ആ ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതും എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ ഫോണിലുള്ള ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ആൻഡ്രോയിഡ് സിസ്റ്റം വെബ് വ്യൂയിലൂടെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഇതേപോലെയുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റുകളിലൂടെ അറിയിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.